ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫെയർ മീഡിയയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് നല്ല മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. നാടൻ മത്തിക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1/2 കിലോ മത്തിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്കൊരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉലുവ, ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു ഉള്ളി, വലിയ ഉള്ളിയാണ്, സവാള വലിയ ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നന്നായി വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ഉള്ളി പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പഴുത്ത തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ നന്നായിരിക്കും. ഇനി ഇതിലേക്ക് 3 കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ ഇതിന് എടുത്തിട്ടുള്ളത്. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി നമുക്കിത് മൂടി വെച്ച് തിളക്കുന്നത് വരെ വെക്കാം. തീ കൂട്ടി വെക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. മത്തിക്ക് പകരം ഇത് അയല, അതുപോലെ അയക്കോറ അങ്ങനെയുള്ള മീനുകളൊക്കെ നമുക്കിതുപോലെ കറി വെക്കാവുന്നതാണ്.
ഇത് പാകമായി. പൊറോട്ടൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി, ചോറ് അങ്ങനെയുള്ളതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കറി. തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുന്നത്. തലേന്നത്തെ കറി പിറ്റേന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലാസ്റ്റ് വെളിച്ചെണ്ണ ഇത്തിരി ഒഴിച്ചു കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ്.